എന്നും നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. പഴവും അരിപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൽ നമുക്കതിൻ്റെ ഒരു പഴത്തിൻ്റെ ഫലങ്ങളൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റീമറിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. വെന്ത് ഇതുപോലെ നല്ല സോഫ്റ്റായി കഴിഞ്ഞാൽ ഓരോ പഴത്തിൻ്റെ പീസും എടുത്തിട്ട് അതിൻ്റെ ആ ഒരു തൊലിയും പിന്നെ ആ ഒരു നടുഭാഗത്തുള്ള നാരുണ്ടല്ലോ, നാരും ആ ഒരു അരിയൊക്കെ ഒന്ന് കളയണം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് ഇതുപോലെ അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ അരച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ അതാ ഒട്ടും തന്നെ കട്ടകളും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇതുപോലെ നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിലും പഴത്തിൻ്റെ മധുരം ഉണ്ടാവും, ഒരു മീഡിയം മധുരം ഉണ്ടാവും. പിന്നെ കൂടുതൽ മധുരം വേണ്ടവർക്ക് വേണമെങ്കിൽ പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കായും അതുപോലെ പഞ്ചസാരയും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു പഴത്തിൻ്റെ ഫ്ലേവറിൽ തന്നെ അതുപോലെ ആ ഒരു പഴത്തിൻ്റെ ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ, അതിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് വെള്ളം കൂടി പോകരുത്, കുറേശ്ശെ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു പഴത്തിൻ്റെ ചെറിയൊരു നനവുണ്ടാവുമല്ലോ, അപ്പോൾ അതും പിന്നെ നമുക്ക് ഈ ഒരു തിളച്ച വെള്ളം അപ്പോൾ അതിന് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, ബാക്കി ആവശ്യത്തിനുള്ളത്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ അങ്ങ് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇടിയപ്പം മേക്കറിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനിതാ ഒരു വാഴയിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ ഇടിയപ്പം ഇതുപോലെ അങ്ങ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ അങ്ങ് കനം കുറച്ചിട്ട് അങ്ങ് പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആവിയിലങ്ങ് വേവിച്ചെടുക്കാം. നമ്മൾ സാധാരണ ഇടിയപ്പം വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റിലുള്ള ബനാന ഇടിയപ്പം റെഡിയായി. നല്ല രുചിയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിയില്ലാതെ കഴിക്കാനാണ്, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കറി കൂട്ടി കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം, കാരണം നമ്മളിതിൽ എക്സ്ട്രാ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് സ്നാക്ക് രൂപത്തിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെന്നുണ്ടെങ്കിലും കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കഴിച്ചിട്ടുള്ളത്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്